ബർത്ത്ഡേ കഴിയുമ്പോഴും ഓരോ വയസ്സ് നമുക്ക് കൂടുകയാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ ചെറുപ്പായിക്കൊണ്ട് റിവേഴ്സ് ഗിയറിൽ ഇങ്ങനെ ഏജ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. യെസ്, വെൽക്കം ടു ആ ഗ്യാങ്. ആൻഡ് നമ്മുടെ ഗ്യാങ് ആണ് സ്റ്റാർ മാജിക്. ഏതായാലും ഇന്നത്തെ സ്റ്റാർ മാജിക് ഇതാ ഫുൾ ഓൺ ആയിട്ട് ഹൈ വോൾട്ടേജിൽ നമ്മൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ടീം മെമ്പേഴ്സിനെയും. മിയക്കുട്ടിയുടെ കയ്യിൽ എന്തോ ഒരു വലിയൊരു ബോംബുണ്ട്, ഒരു കുഞ്ഞി വലിയ ബോംബ്. അതെന്താണെന്നുള്ളത് നമ്മുടെ ടീം മെമ്പേഴ്സ് വന്നിട്ട് നമുക്ക് റിവീൽ ചെയ്യാം അല്ലേ കാര്യം. സോ ലെറ്റ്സ് വെൽക്കം ദി എൻറ്റയർ ടീം ടു സ്റ്റാർ മാജിക്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ലേ ഫുൾ ഹൈ വോൾട്ടേജിലാണെന്നുള്ളത് ആദ്യം തന്നെ ഫീസ് ഒരു കൊണ്ടുപോയിട്ടോ. ആ ഒരു എന്തായിരുന്നു ഉദ്ദേശിച്ചത്? ഞാനൊരു കറങ്ങി അടിക്കാൻ പയ്യനൊന്ന് കറങ്ങി അടിക്കട്ടെ. നീ ഇവിടെ തല കുത്തി പറഞ്ഞ ഞാനതില്ല. വാ 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 വാ. ഇല്ല ഞാൻ ചെയ്യില്ല. അത് എന്ത് പറഞ്ഞാലും ഞാൻ കൊറിയോഗ്രാഫർ. ഇല്ല അത് കേൾക്കുന്നില്ല. ഇല്ലല്ല അത് ചെയ്യണം. അല്ലല്ല, ചെയ്യാൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടേ ഒരടി മുന്നോട്ട് എപ്പിസോഡ് പോകും. എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ എപ്പിസോഡ് എവിടെയായിരുന്നു? ഗസ്റ്റായിട്ട് പോയി കുരുമുളക് പറിക്കാൻ. ഞാൻ സിനിമയുടെ ഷൂട്ടായിരുന്നു. മൂന്നാർ ഐസി അല്ല മഞ്ഞായിരുന്നു. സിനിമയുടെ പേരെന്താ? സിനിമയുടെ പേര് പാലും പഴവും. അതിൽ നീ പഴമായിട്ടാണ്. പാലും പഴം കൊടുക്കണ ഒന്ന് വാവയും ഒന്ന് പാമ്പും. ഇത് രണ്ട് വീരയാസ്മിനാണ് നായിക. ഓ അടിപൊളി അടിപൊളി. ഞാൻ പ്രൊഫൈലിൽ കണ്ടിരുന്നു കേട്ടോ. ഷൂട്ട് കഴിഞ്ഞ് നിങ്ങൾ എല്ലാരും ട്രാവലറിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. കാരവാൻ ട്രാവലർ അല്ല. കാരവാൻ എന്ന് പറഞ്ഞ തെങ്ങിന്റെ മൂടാണ്. കാര എന്ന് പറഞ്ഞ തെങ്ങ്, അതിന്റെ മുകളിലൊരു വാനുണ്ട്. ശരി, ഈ കാരവാൻ നമ്മുടെ മാളൂട്ടിയുടെ ചോദ്യമായിരുന്നു സന്തോഷവാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ മിയക്കുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. മിയ, നമുക്കൊരു ചോദ്യം ചോദിക്കണ്ടേ ഇവരടുത്ത്? എന്നാ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഗസ്റ്റിനെയും കൂടെ വിളിച്ചിട്ട് ഗസ്റ്റിനെയും കൂടെ നമുക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാം ഗസ്റ്റിന്റെ അടുത്ത്. സ്റ്റാർ മാജിക്കില് ഈ ഗസ്റ്റ് വരുമ്പോ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ ഫുൾ ഓൺ ആയിരിക്കും. കാരണം അതിൽ ഇരട്ടി വൈബാണ് തിരിച്ച് ഈ ഗസ്റ്റിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടാനുള്ളത്. നമ്മുടെ സ്വന്തം നമ്മുടെ ഫാമിലിയിലെ മെമ്പർ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഷാജോൺ ചേട്ടൻ. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. ഷാജോൺ. എങ്ങോട്ടാ ഈ കാണിക്കവഞ്ചിയായിട്ട് പോയ കലക്കി കേട്ടോ. ഉള്ള പുഴു നല്ല പുഴുവായിരുന്നു. ഒരു പിലോപ്പി മീനിനെ കരയിൽ പിടിച്ചിട്ട രംഗമാണ് നിങ്ങൾ കാണുന്നത്. എടാ ഈ ഫ്ലോറിൽ മനുഷ്യനായിട്ടുള്ള അങ്ങ് പോകൂടാ ഈ അപകടത്തിന്റെ. എന്തോ ഞാൻ മീശ പിരിച്ചും പോയി. ഓക്കെയാന്ന് പറഞ്ഞും പോയി. മ്യൂസിക് എന്തിനാ ചേട്ടാ ഇതൊക്കെ മൈൻഡ് ചെയ്ത് നമ്മുടെ എപ്പിസോഡിന്റെ ഡ്യൂറേഷൻ അല്ല, എന്നാലും അതല്ല എന്റെ മുന്നിൽ വെച്ച് കാണിക്കാൻ പാടില്ല. അല്ല, അപമാനം ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ അടിപൊളി. ഡോൾഫിൻ
ഒരൊറ്റ പുഴു കൊണ്ട് എപ്പിസോഡ് കൊണ്ടുപോയി കേട്ടോ. പുഴുവായിരുന്നു, നീർനായെന്ന് വിചാരിച്ചു. നാളെ നേരം വിളക്കുമ്പോ അതിന്റെ മുട്ടയില് പുഴുവായിരിക്കും ഒറിജിനല്. ആദ്യത്തെ പോലെ പകുതി വെച്ചത് മ്യൂസിക് നിർത്തുന്ന ഓർത്തു. എന്തായാലും നമ്മുടെ സ്റ്റാർ മാജിക്കിലെ ഷാജോൺ ചേട്ടൻ ദാ ഈ പുതിയ വർഷം ആദ്യമായിട്ടാണ് 2024 ശരിക്കും ഒരു ആ പാട്ടും എല്ലാം വന്നപ്പോ ആ മീശയും പറിച്ച ഒരു ലാലേട്ടൻ ലുക്ക് പോലെ ഫീൽ അയ്യോ. ചെയ്തു. സത്യം ആണോ? ആ. എനിക്ക് സന്തോഷം. എന്താ റീബാനൊക്കെ വെച്ച് നമുക്ക് അങ്ങനെ അങ്ങോട്ട് തുടങ്ങാം. പിന്നെ തുടങ്ങാം, പൊളിക്കാം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷം മാറ്റമാണ്. ഗംഭീര റോൾ. അതില് അത്രയും ലീഡായിട്ടാണ് ചേട്ടന്റെ ക്യാരക്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ 9 തിയേറ്റർ ആക്ടേഴ്സിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗംഭീര ആക്ടേഴ്സ് ആണ് Treatment ഒരു different രീതിയിലാ ചെയ്തിട്ടുള്ളത്, അല്ലേ? എന്നിട്ട് ഞങ്ങളെ ഒരാളെ പോലും വിളിച്ചില്ലല്ലോ. അല്ല, ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റതിന്റെ അല്ല. ആട്ടം കാണെങ്കിലേ 9 മണി കഴിഞ്ഞ് സുമേഷിന്റെ റൂമിൽ ചെല്ലണം. ആട്ടം അറിയാമോ നിങ്ങൾ? ആടി ചേട്ടാ, ഫോണിലേക്ക് ആട്ടം. രണ്ടെണ്ണം കൂടുതൽ എനിക്ക് വേണം. നല്ല കോമഡി ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നതാ ഷാജോൺ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ചേട്ടാ, ഇങ്ങനെ പീക്കിൽ നിൽക്കുമ്പോ ആ മീശക്ക് ഇങ്ങനെ പിരിച്ചു നിൽക്കുമ്പോഴല്ലോ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു IQ ലെവല് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യം വേണോ അത്? പിന്നെ ഈ ലുക്കിനും ഫീലിനും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. കുട്ടി മോളെ കൊല്ലരുത്. സിമ്പിളാ. ഒരു കാട്ടില് 3 ഉറുമ്പുണ്ടായിരുന്നു. ആ 3 ഉറുമ്പ് ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നേരെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ ഉറുമ്പ് പറഞ്ഞു എന്റെ ബാക്കിൽ ഒരു ഉറുമ്പുണ്ടെന്ന്. രണ്ടാമത്തെ ഉറുമ്പ് പറഞ്ഞു എന്റെ ബാക്കിൽ ഒരു ഉറുമ്പുണ്ടെന്ന്. മൂന്നാമത്തെ ഉറുമ്പ് പറഞ്ഞു എന്റെ ബാക്കിൽ ഒരു ഉറുമ്പുണ്ടെന്ന്. അതെങ്ങനെ? ആദ്യത്തെ ഉറുമ്പ് പറഞ്ഞു എന്റെ ബാക്കില് ഒരു ഉറുമ്പുണ്ടെന്ന്. ഒരു ഉറുമ്പുണ്ടെന്നോ 2 ഉറുമ്പുണ്ടെന്നോ? ഒരു ഉറുമ്പുണ്ടെന്ന്. ഓക്കെ. രണ്ടാമത്തെ ഉറുമ്പ് പറഞ്ഞു എന്റെ ബാക്കിൽ ഒരു ഉറുമ്പുണ്ടെന്ന്. മൂന്നാമത്തെ ഉറുമ്പ് പറഞ്ഞു എന്റെയും ബാക്കിൽ ഒരു ഉറുമ്പുണ്ടെന്ന്. അത് എനിക്ക് തോന്നുന്നത് ആ ഉറുമ്പ് തങ്കച്ചനെ പോലെ നുണ പറഞ്ഞായിരിക്കും. ആ ഉറുമ്പ് ഉത്തരം പറയാറായിട്ടില്ല. ചേട്ടനൊരു ഉത്തരം പറഞ്ഞത് ഞാൻ ഉത്തരം പറഞ്ഞു. കള്ളം പറഞ്ഞതാവുന്ന്. പപ്പയെ നോക്കാണ് കേട്ടോ. പപ്പയെ ശരിയാണോന്ന്. ആണോ? ചേട്ടൻ റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മോളെ ആ 3 ഉറുമ്പിന് ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ കോമഡിയിലായിരിക്കും. ഇവിടുത്തെ കോമഡി കയറി. ശരി, ഷാഫിഖിന് ഒരു പാട്ട് പാടിക്കോട്ടെ. അതെ വേണം. चम चम आए मुझे तरसाए तेरा साया छेड़ के झूमता हो तू जो मुस्काए तू जो शर्माए जैसे मेरा है खुदा झूमता तू ही दिल की है बरकत तू ही मेरी इबादत और कुछ ना जानूं बस इतना ही जानूं तुझ में रब दिखता है यारा मैं क्या करूं तुझ में रब दिखता है यारा मैं क्या करूं सजदे सर झुकता है यारा मैं क्या करूं तुझ में रब दिखता है यारा मैं क्या करूं रब ने बना दी जोड़ी हाय ബിനീഷ് ബാഷിന്റെ തിമിരത്തിനുള്ള ശസ്ത്രക്രിയകളുള്ള പാട്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. കലാവാസനയുള്ള ഒരാളാണ് ഞാൻ. പോരാ ടീം അവിടെ ഇരുന്നോളൂ. നീ പോരണ്ട, നീ അവിടെ ഇരുന്നാ മതി. ബിനീഷ് ബാഷിന്റെ ചികിത്സാ സഹായം ഉള്ള ഗാനമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുന്നോളൂ. നിങ്ങളുടെ സഹായം എങ്ങനെയെങ്കിലും ഊളന്മാരെ വരെ ഒന്ന് എത്തിക്കാനുള്ള. ചേട്ടാ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഗംഭീരമായിട്ട് അശരീരികൾ ഇങ്ങനെ സൈഡിലും താഴേക്ക് ആയിട്ടുണ്ടാവും. മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ഏതായാലും ഇന്നത്തെ കളർഫുൾ എപ്പിസോഡിലേക്ക് നമ്മൾ ഷാജോൺ ചേട്ടനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ വൺസ് അഗൈൻ വി വെൽക്കം യു. പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Once again, welcome all of you with the Star Magic. മുത്തശ്ശനൊരു ചായ കൊടു.
ഇതിന് ഏറ്റവും നല്ലത് വോയിസ് റെസ്റ്റാ. ചുക്ക് കാപ്പിയും കുടിച്ചോണ്ട് കാലുമേ കാലും കയറ്റി വെച്ചോണ്ട് ഒരാഴ്ച മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇത് മാറി കിട്ടും. സ്ട്രെപ്സിൽസ് നല്ലതാ. പനിക്കൂർക്ക തന്നെയാണ്. എന്താ ആ മനസ്സിലായില്ലേ? പുള്ളിയുടെ വീടിനടുത്തുള്ള ലത്തീം പള്ളിയിൽ ബിനീഷ് ബാസിന്റെ ഗാനമേള ഉണ്ടായിരുന്നു. ആനമേള ആരംഭിക്കുമെന്ന് പറഞ്ഞപ്പോ തുടങ്ങിയ കൂവല. അതല്ലേ ഇങ്ങനെ സൗണ്ട് അടയാൻ കാരണം അല്ലേ? ലഞ്ചം വാക്ക് തപ്പ് കൊടുപ്പ് തപ്പ് എല്ലാമേ തപ്പുതാ ലഞ്ചം വാങ്ങിയ കുത്തിടുവേ. ദേവാസുരത്തിലെ അപ്പുമാഷല്ലേ ഇത്? ദേവാസുരത്തിലെ അപ്പുമാഷ അല്ല, ഈ ദിലീപേട്ടന്റെ സ്ഥിരം പടത്തിൽ അഭിനയിക്കണ ഗീതാ സലാമേട്ടനെ പോലല്ലേ ഇതല്ലേ? അല്ല മനസ്സിലായില്ല. ശബ്ദം വന്നു. അത് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതൊക്കെ മനസ്സിലായില്ല. ആ അത് ചോദിക്കുമ്പോ മാത്രം കറക്റ്റ്. എല്ലാം മനസ്സിലായില്ല. ഡയറക്ടറിലേക്ക് വരുമ്പോ അടയും. ഈ വേഷം കണ്ട് മനസ്സിലായില്ല. ആ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ ലാലേട്ടന്റെ ഡ്രസ് ഇട്ട് വന്ന ശ്രീനിവാസൻ ചേട്ടൻ. അല്ല അല്ല കൂർക്ക അല്ല എന്നിട്ട് പോസ്റ്റ് ഓഫീസിലെ ജോലി ചെയ്യണ ചേട്ടൻ. അല്ല എന്നാലും താഴോട്ട് വേണ്ട, ഇങ്ങോട്ട് മേളിലോട്ട് മണ്ടന്മാരെ എന്റെ ഷൂസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്റെ ദൈവമേ, താറുമണിക്കാരന്റെ ഷൂസ് ഇട്ടോണ്ട് വന്നേക്കാം. ഹിന്ദിയാ? ஒரு அப்பாவி மனிதனை இந்த அடி அடிக்கங்களா? லஞ்சம் வாக்கு தப்பு கொடுப்பு தப்பு எல்லாமே தப்புதா. അപ്പൊ ലഞ്ച് മാത്രം കുഴപ്പം. பணத்துக்கு மரத்தை வச்சு மீச முறுக்கு லொங்கிய கட்டுங்க நம்பியாரு கபாலி ഇന്ത്യൻ ഹിന്ദിക്കാരന് എന്താ ആദ്യം എന്താ പറഞ്ഞത്? എന്തോ ലഞ്ച് കൊടുക്കണം. ലഞ്ചം കൊടുപ്പ് തപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കുഴപ്പമില്ല. ഈ ലഞ്ച് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാം. അതിനകത്ത് കട്ടിച്ചമ്പന്തി അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയില്ല. ലഞ്ചല്ല, ലഞ്ചം കൈക്കൂലി മേടിക്കണത് തപ്പ്, കൊടുക്കണത് തപ്പ്. നീ ഇതിനകത്ത് കൗണ്ടറില്ലാതെ കിടന്ന് തപ്പണതും തപ്പ്. അത് നീ ആദ്യം മനസ്സിലാക്കണം. ലജ്ജയില്ല മനുഷ്യ ലഞ്ചം. ലഞ്ചം പോട്ടെ, നിനക്ക് ലജ്ജയില്ലേ? ഇത്രയും നല്ലൊരു കഥാപാത്രം വന്നിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. ഇല്ലെന്ന് ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. സേനാപതി. അതിന് നല്ലത് തേങ്ങാവതിയാ. ഒറ്റ കുത്തണ പാരയിലിടാ. അതാകുമ്പോ വലിയ റിസ്ക് ഇല്ല. മറ്റേ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ ഇച്ചിരി പാടുണ്ടാവും. நான் இந்தியன். நீ செய்தது சாதாரண குத்தமல்ல. അയ്യോ എനിക്ക് മനസ്സിലായി. നമ്മുടെ കമലഹാസൻ സാറിന്റെ ഇന്ത്യൻ അതല്ലേ? ഞാനൊരു വീട്ടിലൂണ് മേടിച്ചു തരും. കാരണം പറഞ്ഞാൽ ഈ സ്കിറ്റ് കഴിയാറായ സമയത്താണ് പുള്ളിക്കാരൻ അത് മനസ്സിലായത്. അല്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെയൊന്നും മെഴുകില്ലായിരുന്നല്ല. അല്ല ഞാൻ കണ്ടു. ആരാ നിങ്ങൾ ഇത് ഇന്ത്യനാന്ന് പറഞ്ഞു? എനിക്ക് സംശയമുണ്ട്. ആധാർ കാർഡ് കാണിക്കും. അല്ല എന്റെ കാര്യം കുഴപ്പമില്ല. നിങ്ങളൊക്കെ ആധാർ കാർഡ് മേടിച്ചല്ലേ? നീയൊക്കെ ഇന്ത്യക്കാരുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലെന്നേ തോന്നുള്ളൂ. നാട്ടേക്കുന്ന ജപ്പാൻ ഒരു ജപ്പാൻ കുറുക്ക, അപ്പുറത്തേക്കുന്ന ഒരു അപായം, ഒരു ശ്രീലങ്കക്കാരൻ. ഈ സേനാപതി എന്ന് പറഞ്ഞ ആള് ഇന്ത്യൻ സിനിമയില് മർമാണിയായിരുന്നു. നിങ്ങൾ മർമാണിയാണോ? മർമണിയാണ്. എന്റെ കാലിൽ നിറച്ച് ആണിയാണ്. അത് നല്ല കോമഡി ആയിട്ടത്. അനീതി എവിടെ കണ്ടാലും ഞാൻ ശബ്ദം ഉയർത്തും. പ്രതികരിക്കും. നീ അനീതിയോട് ഇത്ര പ്രതികരണം നിനക്ക്? അനിയത്തിയല്ല, അനീതി എവിടെ കണ്ടാലും ഞാൻ ശബ്ദം ഉയർത്തും. അനീതി അനീതി എവിടെ കണ്ടാലും ശബ്ദം ഉയർത്തും. അനീതി 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 അനീതി. എന്തിനാ കൂവണേ? അല്ല അനീതി എവിടെ കേട്ടെന്നാലും ഞാൻ ശബ്ദം ഉയർത്തും പറഞ്ഞില്ലേ? അനീതി ഒന്നുകൂടെ പറഞ്ഞു. മോളെ അനീതി എന്ന് പറഞ്ഞേ. വരെ പഠിച്ച് ഞാൻ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. എന്റെ മർമ്മപ്രയോഗത്തിലൂടെ നിങ്ങളെ ഞാൻ നിശ്ചലാക്കും. അങ്ങനെ ആക്കും. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. കമലഹാസന്റെ കഥാപാത്രം അറിയില്ല. അനീതി കാണിക്കുന്നവരൊക്കെ കുത്തിയിട്ട് മർമ്മത്തിൽ കുത്തുന്ന അങ്ങനെ സംഭവല്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കണ്ടാ നിശ്ചല വേണ്ട. അതല്ല ചേട്ടാ ചേട്ടാ പിന്നെ അടുത്ത് കാണിച്ചു തരാം. അനു അവൻ കുത്തുവിട്ടോ നോക്കിയെന്നോ? നീയാണ് ഇവിടെ ഏറ്റവും വലിയ ചില്ലിടും. അപ്പൊ നിന്നെ ഞാൻ നിശ്ചലനാക്കാം. ഇങ്ങനെ കുത്തിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒന്നും മിണ്ടില്ല. എന്നാലും ഒന്ന് കുത്തിയേക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഡയറക്ടർ അനു സാർ എല്ലാത്തിനെയും ഞാൻ എൻ്റെ മർമ്മപ്രയോഗത്തിൽ കൂടി നിശ്ചലരാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാത്തിനും ഒരു വണ്ടിയിലെടുത്തോണ്ട് പോകാം. എന്നിട്ട് ഫ്രഷ് സാധനങ്ങൾ ഇറക്കൂ. ഓ കത്തിങ്ങോട്ട് അറിയോ? എന്തിനാ? ഞങ്ങളൊന്നും കുത്തിച്ചാത്തോട്ടെ. അപ്പൊ ഞാൻ മറന്നിട്ട് കേട്ടെ. നിങ്ങളുടെ കുത്തി ഒന്ന് സ്റ്റക്ക് ആയിടുന്നില്ല. അപ്പൊ എല്ലാത്തിനും ഒരുമിച്ച് തൂത്തുവാരി കൊണ്ട് കളയാം. ആദ്യം ചെയ്യേണ്ടതായിരുന്നു വന്നപ്പോ തന്നെ. തങ്കച്ചന്റെ മർമ്മം എവിടെ അറിയാമോ? ലെതർ ബെൽറ്റേല്. എനിക്കാണോ? ഞാൻ എടുക്കാം.
ഹലോ ഇന്ത്യൻ. ഗോപാല, കേന്ദ്ര കിഴങ്ങ് കർഷക മന്ത്രാലയത്തിന്റെ കിഴങ്ങിനുള്ള അപേക്ഷയ്ക്ക് നീ അപേക്ഷ കൊടുത്തോ? കൊടുത്തു രാഘവ. ടോൾ ഫ്രീ നമ്പറായ 335894 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അപേക്ഷ കൊടുക്കൂ. രാഘവൻ ഇതെവിടെ നിന്ന് വിളിക്കുന്നു രാഘവ? നിന്നെ അവിടുന്ന് രക്ഷിക്കാൻ വേണ്ടി വിളിക്കുകയാണ് ഗോപാല. രാഘവ, ഞാൻ ഇവിടെ നിന്ന് പുഴുക്കേണ് രാഘവ. എന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാൻ പറ്റുമോ രാഘവ? ഗോപാല, വരുന്ന കുംഭത്തിൽ നിനക്ക് 55 വയസ്സ് തികയാണ്. ആണോ രാഘവ? മാത്രമല്ല, ഈ കുട്ടികളുടെ ഇടയിൽ കിടന്ന് എന്തിനാണ് മെഴുകുന്നത് ഗോപാല? രാഘവ, ഓ, അങ്ങനെ വന്നുപോയി രാഘവ. കിടക്കൊന്നും ഇല്ല രാഘവ. പച്ച പപ്പായയുടെ കുറവുണ്ട് രാഘവ. രാഘവ, ഞാൻ പകുതി തിന്നാം, ബാക്കി പകുതി രാഘവൻ തിന്നോ? എന്തിനാണ് ഗോപാല? കാരണം രാഘവനല്ലേ ഇതിന്റെ സ്ക്രിപ്റ്റ്. ഗോപാല, ഓ രാഘവ. പൊളിയുന്നതെല്ലാം എന്റെ മണ്ടയിൽ കൊണ്ടുവയ്ക്കുന്നത് നിന്റെ സ്ഥിരം പല്ലവിയാണ് ഗോപാല. രാഘവ, പിന്നെ ഞാൻ ആരെ മണ്ടയെ കൊണ്ട് വെക്കും? നീ ആവുമ്പോ പ്രത്യക്ഷത്തിലില്ലല്ലോ രാഘവ. ഗോപാല, 55 വയസ്സായെന്ന് നീ മറക്കരുത് ഗോപാല. രാഘവ, ഇന്ന് മുതൽ ഞാൻ രാഘവന്റെ പേര് മാറ്റട്ടെ രാഘവ. എന്താണ് ഗോപാല? രാഘവന്റെ പേര് അഖിൽ കവലിയൂർ എന്നല്ലേ രാഘവ? ഗോപാല, എന്തിന് എന്നെ ക്രൂശിക്കുന്നു ഗോപാല? പ്രഭു, ഹരിനാമകൃഷ്ണ പ്രഭു, വച്ചിട്ട് പോവുക. ഓക്കെ, ഒരു സാധനം ചെയ്താൽ മതി. അവിടെ കയറിയത് ഇവിടെ തോൽവിയായിരുന്നു. അതെ, ഇനി ഉള്ള സാധനം മൊത്തം അവിടെ നിന്ന് ചെയ്താൽ എല്ലാം കയറും. നമുക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും മ്യൂസിക് കിട്ടെങ്കിലേ എനിക്ക് അതൊക്കെ പോവായിരുന്നു. എൻ്റെ സ്വയം ഒരു ഫ്രാങ്കിലൂടെ ഞാൻ അത് വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ സേനാപതി കമലഹാസൻ അല്ല, ഞാനൊരു കൂർക്കയായിരുന്നു. അയ്യോ, ഞങ്ങൾ അയ്യോ, ഇത് നിങ്ങളെ എനിക്ക് പറ്റിക്കാൻ സാധിച്ചു. അതിലെ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ക്രൂ പ്രാങ്കല്ല, പ്രാന്താണ്. എല്ലാവരും പ്രാങ്കാണ്. അപ്പോൾ എനിക്ക് ഒരു സെക്യൂരിറ്റി ചെയ്ത് നിങ്ങളെടുത്ത് അത് നിങ്ങളെ പറ്റിപ്പിക്കേണ്ടി വന്നു. ക്ഷമിക്കണം പ്രേക്ഷകരെ. മ്യൂസിക്കിൽ പോയാൽ തീരാനുള്ള വിഷയം ഉണ്ടായുള്ളൂ. ഇതാരാ? ഇതാണ് നമ്മുടെ സ്വന്തം തങ്കു. മക്കളെ, ഇന്ത്യൻ കമലഹാസൻ സേനാപതിയാണിത്. സേനാപതി മ്യൂസിക് വേണ്ട, പാത്രത്തിലിട്ട് 2 അടിയെങ്കിലും അടിക്കാൻ പോട്ടെ. അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. അസലായിട്ട് ചെയ്തു. അടിപൊളി. നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? നല്ല ശരി, അപ്പോഴേ സ്റ്റാർ മാജിക്കിൽ നമ്മളൊരു ഗെയിമിലേക്ക് പോവാൻ പോവാ. ഈ ഗെയിമിന്റെ പേര് പറയുന്നതിന് മുമ്പായിട്ട് സുഖല്ലേ സുഖമാണ്. സുമയ്ക്ക് ഭയങ്കര കള്ളത്തരം കണ്ണില്. അതിപ്പോഴല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോ. ചേട്ടൻ എപ്പോഴാ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്റെ നൂലുകെട്ടിന് വന്നല്ലേ? ശരിയാ. ശരി, സുമയ്ക്ക് എന്ത് കള്ളലക്ഷണം? സുമ കണ്ണെഴുതി വന്നിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞാൽ സുമ അത് നിഷേധിക്കുമോ ഇല്ലയോ? നിഷേധിക്കാൻ പാടില്ല, ഞാൻ പക്ഷെ നിഷേധിക്കുകയും ചെയ്യും. ആരും ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഗെയിം തുടങ്ങും. ഉയ്യാപ്പളക്ക് ഇന്ന് കല്യാണം ഉള്ളതാണ്. പെട്ടെന്ന് അവിടെ ഖത്തറിന് ഇപ്പൊ വന്നേ ഉള്ളൂ. അപ്പോ സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് ഒരിട്ടടോ പതുക്കടോ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എന്തേ? എന്റെ ലക്ഷ്മി നക്ഷത്രക്ക് ഇവിടെ ശമ്പളം കുറവാണ്. ഒരു കമ്മല് മേടിച്ച് 2 ആക്കിയേക്കുന്നു. നോക്ക്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കമ്മൽ ജിമിക്ക മേടിച്ച് 2 ആക്കി. ഉമേഷ് ഞാനൊക്കെ പൈന്റ് മേടിച്ച 2 ആകാറ്. ഇത്രയും ആർട്ടിസ്റ്റുകൾ എടുത്തിട്ട് അടിമാലിയുടെ കണ്ണെവിടെയാണ് പോയത്? ലക്ഷ്മിയുടെ കമ്മലിലേക്കാണ് പോയത്. അതല്ലല്ല, നിന്റെ വർഷം മൊത്തം എത്ര 5-6 വർഷം ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ട് നീ എന്തെങ്കിലും നേടിയോ? നീ നോക്കിയിട്ടും കാര്യമില്ല, കണ്ണിന് കാഴ്ചയില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സുമ കണ്ണെഴുതിയിട്ടുണ്ടെങ്കിൽ തങ്ക ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ട്. തെറ്റാണോ? സുമേഷ് കണ്ണെഴുതണ കണ്ടിട്ട് തങ്കച്ചൻ കണ്ണെഴുതി. ഞാൻ നോക്കിയപ്പോ ദിഗംബരന്റെ കൂട്ട് നിൽക്കണ്. ഹലോ ഷാഫിയുടെ ഷാഫിയുടെ ശബ്ദം ഒന്ന് കേട്ടാ കൊള്ളാം. രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടി. ആ സ്ഥലത്തിന്റെ പേരായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി. ടീമും നമ്മുടെ ഷാഫിക്കയും കൂടെ ഒറ്റൊരു വേദിയിൽ ഒരുമിച്ചെത്തി. പക്ഷെ ടീമിനെ അവർ ഇൻവൈറ്റ് ചെയ്തത് ഒരു സിംഗർ ആയിട്ടാണ് എന്നുള്ളത് ആ ഒരു പോസ്റ്റർ കണ്ടപ്പോ ഞാൻ 2 തവണ ഞാൻ വണ്ടി മടങ്ങി പോവാൻ നിന്നാണ്. അത് അറിഞ്ഞ അല്ല, എന്റെ സ്വന്തം നാട്ടിൽ വന്നിട്ടാണ് പാടി തോപ്പിച്ചത്. ഞാൻ പിന്നെ മൈക്കെടുത്തിന് ലോകത്തിൽ ആദ്യമായാണ് നമ്മൾ പാട്ട് പാടുമ്പോ
താളം അടിക്കാറുണ്ടോ? ഇത് താളം കൊണ്ട് ഇത് പാട്ട് കറക്റ്റ് ആയിട്ട് പാടും, താളം വേറെ ആയിട്ട് ആക്ഷൻ കാണിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യം അതെ അതെങ്ങനെ എങ്ങനെ വരും അത്? 6-8 പാട്ട് ഇങ്ങനെ വരും. ഒരു സാധനമൊക്കെ കാണിക്കല്ലോ. 4/4 ആണെങ്കിൽ ഒന്നുമില്ല, ഇങ്ങനെങ്കിലും ആക്കുമല്ലോ. ഈ താളം മൈൻഡിൽ പോലും ഇല്ലാണ്ട് വേറെ കറക്റ്റ് പാടുക. അവിടെ വേറെ അതൊക്കെ സമ്മതിച്ചു അവിടെ വേറെ സംഭവം ഉണ്ടായിരുന്നു. ഷാഫി നല്ല പാട്ടുകാരനാണ്, നല്ല ട്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അവിടെ വേറെ ഉൾട്ടടിച്ച അവിടെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിന് തബല വായിച്ചാക്കണ ആള് കൈവരല് ഇടിയപ്പം പോലെ ആയിട്ട് വിളി ഹോസ്പിറ്റലിൽ കിടക്കാൻ പാട്ടുകാർ സംസാരിച്ചോട്ടെ അവിടെ. അയ്യോ അപ്പൊ അവിടെ ഷാഫിക്ക് വന്നിട്ട് ഒരു മെലഡി പാടി ഏറ്റില്ല. ഞാൻ അങ്ങോട്ട് കയറി ഫോട്ടോ വെച്ചും ടീമേ തന്നെ പാട്ടൊക്കെ പാടിയിട്ട് ഭയങ്കര വൈബ് ഉണ്ടാക്കി. സത്യം, എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഒരു 4 ആള് പോലും വന്നില്ല. ഇവനെ പൊതിഞ്ഞ് ഫോട്ടോ എടുത്ത് അങ്ങനെ. ഇപ്പൊ അവിടെ പിന്നെ ആളെ കിട്ടൂല, ആളെ കൊണ്ടുപോലാരെങ്കിലും. എന്തൊക്കെ പറഞ്ഞാലും ലൈക്ക് ആ ഒരു ഇവരുടെ പ്രോഗ്രാം നല്ല വൈറലായിരുന്നു. ഷാഫിക്കൊക്കെ ഒരു സ്പെഷ്യൽ അപ്ലോസ്റ്റോ. കാരണം സ്വന്തം നാട്ടില് അത്രയും സ്വീകാര്യതയുള്ള ലൈക്ക് ഓൾ ഓവർ അറിയുന്ന ഒരാള് ലൈക്ക് ടീമിന് ഇപ്പൊ കോറസ് പാടാൻ പറഞ്ഞപ്പോ പാടുകയൊക്കെ വളരെ സന്തോഷമുണ്ട്. നല്ല നന്നായിട്ട് പാടുന്ന ആൾക്കാരൊക്കെ എന്റെ പാട്ട് കോറസ് പാടി തന്നതിൽ വളരെ സന്തോഷം. അല്ല, ആദ്യമായിട്ട് എന്റെ നാട്ടിൽ വന്നിട്ട് ഞാനത് പറയുകയും ചെയ്തു. കാര്യമുണ്ട്, ശ്രുതി ശുദ്ധമായിട്ട് താളബോധത്തോടു കൂടി പാടി. ഇവൻ ഇപ്പൊ ഒരു ഗെയിമിലേക്ക് പോവാണ്. സോ മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഒരു ടിക്കോ പെർ ടിക്കോ. ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 2 പേര് വരും. ഓക്കെ, ഏറ്റവും സ്റ്റാർട്ടിങ് അവിടെ നിന്നിട്ട് ഒരാള് ബലൂൺ ഇങ്ങനെ തട്ടിവിടും. ഓക്കെ, തട്ടിവിട്ടതിന് ശേഷം നമ്മളിങ്ങനെ പമ്മി പോണ പോലെ പമ്മാണ്ട് അത് 5th ഗിയറിലിട്ടിട്ട് നമ്മൾ ഇതിൽ കൂടെ മുട്ടിലഴിഞ്ഞിങ്ങനെ ഓടി വരിക. എന്നിട്ട് നമ്മൾ തന്നെ തട്ടിയിട്ട ബലൂൺ നമ്മൾ വേഗം ക്യാച്ച് ചെയ്യുക. ക്യാച്ച് ചെയ്തതിന് ശേഷം അങ്ങോട്ട് ചെല്ലുക. അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ടീം മെമ്പർ സാങ്കല്പികമായിട്ടുള്ള ഒരു കസാരയുമായിട്ട് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഈ ബലൂൺ വെക്കുക, നിങ്ങൾ തന്നെ ഇരുന്ന് പൊട്ടിക്കുക. അതാണ് ടാസ്ക്. അങ്ങനെ ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിക്കുന്ന ടീം ആയിരിക്കും ജയിക്കാൻ പോണേ. റെഡി, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അത് സൂചിയാണ്, സൂചി. ഫിംഗർ യൂസ് ചെയ്യരുത്, ഫിംഗർ യൂസ് ചെയ്യാതെ പൊട്ടിക്കണം. അത് മനസ്സിലാവും. രണ്ടുപേരും മാറണം. യൂറോപ്യൻ. ഓക്കെ, ചേഞ്ച്. ഡൈന ചേഞ്ച്. അന്ന ചേഞ്ച്. വെരി ഗുഡ് ഷാഫിക. ടീമിന്റെ കെട്ടിയിട്ട ചങ്ങല അഴിഞ്ഞു പോയിരിക്കുകയാണ്. അയ്യോ, ലൂസായ പുള്ളി. കിട്ടി. ഇനിയാണ് കളി, എല്ലാരും ശ്രദ്ധിക്കണേ. അയ്യോ, എടാ കോമഡി കാണിച്ച അടി കൊള്ളാനുള്ള പരിപാടിയാണ്. എങ്ങനെയെങ്കിലും പൊട്ടിക്കാൻ നോക്ക്. ഹലോ, അവിടെ എന്തോ അക്രമം നടക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഇരിക്കാതൊക്കെ പൊട്ടു. അത് തന്നെ ബിനീഷ് ബാസ്റ്റിയൻ മിടുക്കൻ. കിട്ടിയതല്ല. ഓക്കെ, എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ സുമയുടെ ടീമിന് കിട്ടിയിട്ടുള്ളത് 7 പോയിന്റ്. ഇവിടെ 5 പോയിന്റ്സ് ആണ്, ഇവിടെ 7 പോയിന്റ്സ് ആണ്. ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ ഇത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ മറന്നുപോയി. തങ്കുന്റെ ഡുണ്ടുണ്ടു പിപ്പിപ്പിൽ എന്തൊരു ഡാൻസ് ആയിരുന്നു അറിയോ? നല്ല സോങ് ആയിരുന്നു കേട്ടോ. തങ്കുന്റെ യൂട്യൂബിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും കിടലുണ്ടായിട്ട് സ്റ്റെപ്പ് ഒക്കെ ചെയ്ത തങ്കുനാണോ ഇത്രയും
പൊളിയായിട്ട് കളിക്കുക അല്ലേ? എങ്ങനെ ഡാൻസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് ടുംപിപ്പിയിൽ. നല്ല പേര്, നല്ല രസമായിരുന്നു. തങ്കുന്റെ പാട്ട്, തങ്കുന്റെ കൊറിയോഗ്രാഫി, തങ്കുന്റെ ഡാൻസ് കാണാൻ പറ. എല്ലാരും കാണട്ടോ. പറയൂ. പ്രൊഡ്യൂസർ മൂപ്പര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണം. സ്റ്റോറീസ് എല്ലാവരും കാണണേ. എന്താണ് അപ്ലോഡ് ചെയ്തത്? ഇനി ഗെയിം കളിക്കും. ചേച്ചി ആ പിപിയെ ബാക്ക് സ്റ്റേജിൽ കിടക്കുന്നുണ്ട് ചേച്ചി. ഏത് പിപി? ഡും പിപ്പിയിലെ പിപി. ഓ സൂസു. ഇപ്പൊ മനസ്സിലായോ സൂസു നിർത്തി എന്താണെന്ന്? മനസ്സിലായി. ഇങ്ങനത്തെ കോമഡികളാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം ജയിക്കും. ഞങ്ങൾ വൈശാലിനെ ഇറക്കിയേക്കുക. ശരി, കൗണ്ട് ഡൗൺ പ്ലീസ് ഫോർ ഒരിട്ടിക്കോ പരിട്ടിക്കോ. അവിടെ പോടി പൊട്ടിക്കിടി. അന്ന ഓക്കേ അല്ലേ? ഹൈറ്റിൽ എഴുതാൻ പോകും. അന്നെ പൊട്ടിക്കാനല്ല കേട്ടോ, ബലൂൺ പൊട്ടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗെയിമിൽ ശ്രദ്ധിക്കൂ പ്ലീസ്. യെസ്. തങ്കച്ചൻ അവിടെ മറ്റേ കാറ്റിന് അന്ന തെറിച്ചു പോയി. തങ്കത്താ സുമേഷേ. അനു നീ കളരി പഠിച്ച വെറുതെ അല്ലേ? അഡ്വാൻസ് ചെയ്തിട്ടാ അവള് പോയെ. അവളെ നിസാര കാര്യല്ല, ടീമല്ല അവള്. അങ്ങനെ തന്നെ. എന്താ രാവിലെ അയ്യോ പോയി. ടോട്ടൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 8 പോയിന്റ് and 9 പോയിന്റ് ആണ്. 8, 9. ഓക്കെ, അപ്പൊ ഫൈനൽ ക്ലൈമാക്സിലേക്ക് പോകുമ്പോ നേരെ ഷാജൻ ചേട്ടനിലേക്ക് പോവാണ്. ചേട്ടാ എന്തോ ആ കണ്ണട വെച്ചിരിക്കുമ്പോ ഏത് ടീമായിരിക്കും ജയിക്കാന്നാണ് ഏകദേശം ഒരു ഇത്? എനിക്ക് എന്റെ ഒരു നിഗമന പ്രകാരം തങ്കുവിന്റെ ഏരിയയാണ് കുറച്ചുകൂടെ ഒരു സാധ്യത ഞാൻ കാണുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല. അതെ, അത് ഈ കണ്ണിൽ കൂടെ നോക്കുമ്പോഴാണ്. രണ്ട് കണ്ണിൽ കൂടെ നോക്കുമ്പോ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതിന് സാധ്യതയില്ല. പക്ഷേ ബാസ്റ്റിന് ഇപ്പുറത്തുള്ളത് കൊണ്ടും അപ്പം തോക്കുന്നുള്ളത് ഉറപ്പാന്ന് പറഞ്ഞേ. തീർത്ത് കേക്ക്. ബാസ്റ്റിന് ഓൾറെഡി ഒരു തവണ കളിച്ചതല്ലേ? ആണ്, പക്ഷെ ഇത് ടീം റിനി ഇറങ്ങിക്കുന്നതുകൊണ്ടാ. അപ്പൊ അടിമാലിയാണോ? ചേച്ചി സത്യത്തിൽ ഞാനാണ് ഇറങ്ങാനിരുന്നത്. വേണ്ട നീ കളിക്കണ്ട ഞാൻ ഇറങ്ങാന്ന് പറയാ. ഐഷു കട്ടക്ക് പറഞ്ഞപ്പോ അവൻ പറയാ എന്റെ ഗാനമേള ഗ്രൂപ്പിൽ നിന്ന് നിന്നെ കട്ട് ചെയ്യുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് ഐഷു മാറി. അതാണ് സംഭവിച്ചല്ല. ഇവരാരൊക്കെ ഇവിടെ വന്നാലും ബിനോടിമാലി അവിടെ ഉള്ളത് കൊണ്ട് ജയസാധ്യത എപ്പോഴും അവിടെയാണ്. ഇന്ന് വന്നപ്പോ തൊട്ട് തോൽവിയാ. പക്ഷെ 2 ക്യാമറ ബാസിലോട്ട് സൂം ചെയ്ത് വെച്ചേക്കണം. ചേട്ടന്റെ 2 കണ്ണും ഒന്നും ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ്. ശരി, അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. ഒരിട്ടിക്കോ പരിട്ടിക്കോ. നേരെ റെഡി നേരെ. എനിക്ക് പോയി. ഈ ബലൂണായിട്ട് അവിടെ പോയി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ തന്നെ കളി തീർക്കാനുള്ള പരിപാടിയാണ്. അതെ ആ മോളെ അത് തന്നെ. സുന്ദര മുഹൂർത്തം. ടീമേ അത് തന്നെ റെനി ഓടി വാ. പക്ഷെ ബാസ്റ്റിന്റെ കൈകളിൽ എന്തൊക്കെയോ അക്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് പൊട്ടില്ല. പുള്ളിയെ അവന്റെ ഉദ്ദേശം വേറെ. അതാ ബലൂൺ പെട്ടെന്ന് കൊടുക്കുന്നത്. പോരാ, ഇഷ്ടം പോലെ സമയം. ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോരാ. അത്രയ്ക്ക് വിശ്വാസമാണ്. നല്ല ഹൈറ്റ്. ആര് ആ സൈസ് വർത്താനം പറഞ്ഞത്? ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ അങ്ങനെയല്ല വളർത്തേക്കണേ. പോയി നിലത്ത് പോയി. കർപ്പൂരം മോളെ. അന്നാച്ചാക്കോ എന്നാ തലമുട്ടല്ലേ കേട്ടോ, തലമുട്ടല്ലേ. ഇല്ല, ചുമ്മാട് വെച്ചേക്കല്ലേ.
എന്നാച്ചാക്ക ബലൂണിലെ ഹൈഡ്രജൻ കാരനെ വെള്ളക്ക് പൊങ്ങി പോവാ. അടി അങ്ങനത്തെ കളി ഇവിടെ പാടില്ല. ഈ ഏരിയയും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ജെനുവിൻ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരിയിലുള്ള കളിയാണ്. അടുത്തതായി ഈ ടീമിൽ നിന്ന് ഇറങ്ങുന്നു നമ്മുടെ സ്വന്തം ബിനു അടിമാലി ആൻസലീഷ് ബാസ്കറ്റ്. ഞാൻ ഇറങ്ങിയപ്പോ ബിനീഷ് ബാക്കി ഒരു തലവിധി ഞങ്ങളുടെ ടീമിൽ തല്ലും പിടി. ഓടിവാ. മായമില്ല മന്ത്രമില്ല. ഇരിക്കരുത്. ഇരുന്നോ ഇരുന്നോ ഇരുന്നോ. വെരി ഗുഡ് ഡയാന, വെരി ഗുഡ്. ഡയാന ഈ രണ്ട് കാലം ഇങ്ങനെ പൊക്കി. സുമേഷ് അലയാണ് എന്നെ ഒരു കസേരയാക്കുന്നു. ആ മുട്ടി യൂസ് ചെയ്തു. നീ കാണൂ. അങ്ങനെ നീ അങ്ങനെ അത് തന്നെ വാ. തങ്കുവിന്റെ മുഖം പെട്ടെന്ന് പാടി. തങ്കു ഹാപ്പി അല്ലേ? അല്ല ഹാപ്പി കുറഞ്ഞു പോയി. ഒരു തളർച്ച ഉണ്ട് തങ്കുവിന്. ഞങ്ങളുടെ കൊച്ചു കാണിക്കണ്ടോ അതും പോയി. നമ്മള് കസറില്ലേ ഇപ്പൊ തങ്കച്ചനില്ല. തങ്കച്ച ഡയാന പോയിപ്പോ തങ്കച്ചനില്ല. എടാ അന്നം മുടക്കിയല്ലേ ദുഷ്ടന്മാരെ. അടുത്ത എല്ലാ സൂപ്പർ സൂപ്പർ. അടുത്ത അന്നം മുടക്കി ശ്രീവിദ്യ. പടക്കുതിര പടക്കുതിര. ജല്ലിക്കെട്ട് ജല്ലിക്കെട്ട്. ഞങ്ങളുടെ ടീമിലെ പടക്കുതിര ഐഷു. പടക്കുതിര ഐഷു. Come on, Aishu, come on. Very good, very good, very good. രണ്ടുപേര് ബൈക്കേന്ന് ലാസ്റ്റ് വൺ. ലാസ്റ്റ് വൺ. ഐശോ Come on, Aishu, come on. Come on. Everybody. ശ്രീവിദ്യ നിങ്ങൾ രണ്ടാളും ഉദ്ധരിക്കുക. ആ സ്റ്റെപ്പ് ഏതാണെന്നറിയാമോ? ഇവിടെ എന്താ മോളെ ഡാമേജിക്കിന്റെ ഒരേ ഒരു പടക്കുതിര ഐഷു. ഈ മോളെ പോലെ ഇത്ര ആത്മാർത്ഥമായിട്ട് ഒരു കസേര ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. ഫിംഗേഴ്സ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഡയാന ആരാ? ആസീസിന്റെ പെങ്ങളാ. ഫൈനലി നമ്മുടെ ഉരുട്ടിക്കോ പെരട്ടിക്കോ എന്നുള്ള ഗെയിം അതാ ഇവിടെ തീർന്നിരിക്കുകയാണ്. എന്താ ഇവിടെ സംഭവിച്ചേ? ഏറ്റവും ആദ്യം ഷാജോൻ ചേട്ടനിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തം? ഗംഭീര പ്രകടനമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരുന്നു. അത് പിള്ളേരൊക്കെ അതിന് അടിയിൽ കൂടെ പോകുന്ന കണ്ടിട്ട് നമ്മൾ കൊതിയായി. ഇപ്പൊ എന്തൊരു ഫാസ്റ്റ് ആണ് അല്ല എനർജി പെർഫോമൻസ്. നമ്മൾ തരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും എന്തായാലും പറ്റില്ല. എന്നാലും ഒന്നും ആഗ്രഹിച്ചു പോവാണ് ഇവരെ പോലെ. പിന്നെ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിക്കണം ചേട്ടാ. ഇവിടുത്തെ ആരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്? പക്ഷെ ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ. എനിക്ക് ആ താഴെ കൂടെ പോകുന്നൊരു ആഗ്രഹം കസരായിട്ട്. പക്ഷെ ഒരൊറ്റ ആഗ്രഹം കൂടെ ഉണ്ട്. പക്ഷെ സുമേഷ് അതിനെ കൂടെ പറഞ്ഞു. അതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല എന്നെ. ഉള്ളിൽ വേറെ ആണെങ്കിലും ഞാൻ ഇതേ പുറത്ത് പറയും. ഏറ്റവും കൂടുതൽ ഇതിന് താഴെ കൂടെ പോയത് വിനോദിമാലി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയരുത്. എന്തായാലും അങ്ങനെയായിട്ട് ടോട്ടൽ പോയിന്റ്സ് നമ്മൾ നോക്കുമ്പോൾ ബിനുചേട്ടന്റെ ടീമിന് കിട്ടിയിട്ടുള്ളത് 21 പോയിന്റ് ആണെങ്കിൽ നമ്മുടെ സുമയുടെ ടീമിന് കിട്ടിയിട്ടുള്ളത് കൺഗ്രാറ്റുലേഷൻസ് 19 പോയിന്റ്. ശരിക്കും പക്ഷേ ഇല്ലേ? അതായത് ആദ്യത്തെ ഒരു റൗണ്ട് നമ്മൾ പറയണം, നിങ്ങൾ ബ്രില്യന്റ് ആയിട്ട് ഗെയിം കളിച്ചു, നല്ല രീതിയിൽ നിങ്ങൾ സ്കോർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു കേട്ടോ. പിന്നീടുള്ള 2 റൗണ്ടും ഇവരുടെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നമ്മൾ. ചേട്ടാ അനുവിന്റെ കുട്ടിത്തെ പറ്റി 2 വാക്ക് പറയട്ടാ. അനു പിന്നെ എന്താ നമ്മൾ പറയണ്ടല്ലോ, ഇന്ത്യ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടിത്തമാണ്. തങ്കച്ചൻ ചേട്ടന്റെ ആ സംഗതി, തങ്കച്ചൻ ചേട്ടന്റെ സംഗതി ഉഗ്രനായിരുന്നു. കാര്യം ആദ്യം മുതലേ ആ ഒരു സ്പീഡും താഴെ കൂടെ ഈ കൊച്ചിനെ വഴക്കുറയാൻ പറ്റൂല. പേര് ദേവി എന്നല്ലേ? ഈ ഹാസ്യത്തിന് ഇവൻ എന്നാ ചെയ്യണം?
എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഒരു ബലൂൺ തലക്കടിച്ച് എന്തോ കോമഡി വരുവാ. എന്താ സൂസു നിർത്തി അറിഞ്ഞായിരുന്നോ? സൂസു സൂസു കേട്ടില്ലേ? എന്താ ഇല്ല അതെന്തെന്ന് പോലെ അനു ദേ സൂസു സൂസ് എന്ന് പറഞ്ഞാ അനു പണ്ട് അഭിനയിച്ചിരുന്ന ഒരു സീരിയലാ. കണ്ടാ സൂസു ഫ്ലവേഴ്സിലായിരുന്നു. ഫ്ലവേഴ്സിലോ? ആ ചേട്ടാ ഡുണ്ടുണ്ടു പിപ്പി ഡുണ്ടുണ്ടു പിപ്പി ഇല്ല. കണ്ടില്ല? കാണണം കേട്ടോ. അമ്പോ അടിപൊളി. അയ്യോ തങ്കച്ചന്റെ അതിനകത്തൊരു മുതുക്കത്തം കളിക്കുന്നുണ്ട്. എന്താ കളിക്കുന്നത് പുള്ളിക്കും അല്ല, അതെനിക്ക് കാണിക്കാൻ അറിയില്ല. അറിയത്തില്ല. ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ ആക്ഷൻ ആക്ഷൻ മാത്രം. ചേട്ടാ വേറൊരു സംഭവം ഉണ്ടേ. എന്താ? സുസുനെ പറ്റി പറഞ്ഞു. ആക്ഷൻ ഹീറോ ഒരു നടിയെ വീട്ടിലിരുത്തി ചേട്ടാ ഇവള് ഒരു ക്രൂവില് ആ സൂസുല ഒരു ക്രൂവിലെ മൊത്തത്തിലെ ആൾക്കാരെ ചേട്ടാ സുസു പട്ടിണിയിലാക്കിയിട്ട് അവരിപ്പം സൊസൈറ്റിന്ന് ലോൺ എടുത്താണ് കഞ്ഞി വെച്ചു. ചേട്ടാ സുസു എനിക്ക് തോന്നുന്നു ഒരു 400-500 എപ്പിസോഡ് പോയേ. ആക്ഷൻ ഹീറോ തങ്കു എന്ന് പറയുന്ന സംഭവം ഇറങ്ങി. അത് 5 എപ്പിസോഡ് പോയി നിർത്തി. അത് ചോദിച്ചു. ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്. നിന്റെ ഡുണ്ടുണ്ടും പി ഷാജോൻ ചേട്ടൻ കാണിച്ചു കൊടുത്തേ. എന്നിട്ട് ഷാജോൻ ചേട്ടൻ പറയട്ടെ ഇത് മോശമാണോ അല്ലേ? കൊള്ളില്ല. ചേട്ടാ വേണ്ട 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 ഇന്ന് കണ്ണട വെച്ച് വന്നത് നന്നായി. തങ്കു കാണിക്കരുത് കാണിക്കരുത്. അല്ല ചേട്ടാ അത്യാവശ്യം നല്ല BP ആണ്. അത് എല്ലാരും കാണിച്ചു. ഞാൻ 13-ാം തീയതി 6 മണി തൊട്ട് എല്ലാരും കാണിക്കുകയാണ്. ഇനി കാണാൻ ഒരുപാട് പേരുണ്ട്. കണ്ടില്ല അവന്റെ ഡുണ്ടും പി കാണാത്തവർക്ക് റൂം എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ചേട്ടാ ഡുണ്ടുണ്ട് PPP ഇല്ല. നമ്മളെല്ലാരും കണ്ടതാ അത്. അപ്പൊ നീയും കണ്ടോ? ഞാനും കണ്ടു. ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടതോ കണ്ടില്ല. ഒരു മഹാനടിയെ പട്ടിണിക്കിട്ട കാലത്തിയാണത്. പക്ഷെ ആക്ഷൻ ഹീറോ ബിജു എന്തോ ബിജു അല്ല തങ്കു അത് വിതിരലുള്ള എത്രയോ പേരുടെ പാവങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ടാണ് ആ ഒരു പ്രോഗ്രാം തുടങ്ങിയത്. 5 എപ്പിസോഡേ പോയി. 5-ാമത്തെ എപ്പിസോഡിൽ എവിടെ വന്നു അപ്പോഴതൊക്കെ നിർത്തി. ഏതില്? ഞാൻ വന്നിട്ടേ ഇല്ല. ചുമ്മാ എനിക്ക് ഇപ്പൊ അങ്ങോട്ട് നോക്കുമ്പോൾ അസുഖമുള്ള കുട്ടികളുടെ അടുത്ത് ഡോക്ടർ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. ശരി തങ്കു ആ ഡുണ്ടുണ്ടും പിപിപി എന്താണെന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വരും. അത് വിടാ കേസ് വിട്. ചേട്ടാ തമിഴ് ആൽബമാണ്. മലയാളത്തിൽ ഓടില്ല എന്ന് അറിഞ്ഞോണ്ടാണ് തമിഴിൽ പിടിച്ചു. ചേട്ടാ സാമ്പാർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് അതുള്ളത്. സാമ്പാറല്ലേ? രസം. അപ്പളേ എന്തായാലും ഇനി എന്ത് ടാസ്ക് അവര് കൊടുക്കാൻ പോണെന്നുള്ളത് നോക്കണ്ടേ? ശരി ഓക്കെ. അപ്പൊ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ബിനിച്ചേട്ടന്റെ ടീമാണ്. അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് എങ്ങനെ? കൺഗ്രാറ്റുലേഷൻസ്. തോറ്റിട്ടുള്ളത് നമ്മുടെ സുമയുടെ ടീം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കുള്ള ടാസ്ക് ഇവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. ഷാജൻ ചേട്ടാ ഇതെല്ലാവർക്കുള്ള ടാസ്ക് ആണ്. ഇത്രയും ടാസ്ക് ഉണ്ട് ഇവർക്ക്. പക്ഷെ ഇവർ കുറച്ച് മാന്യന്മാരായതുകൊണ്ട് ഇത് ഒരെണ്ണം ചെയ്താൽ ഇവരുടെ ടീം മെമ്പേഴ്സ് ടീം എല്ലാരും മാന്യന്മാരായിരുന്നു. അതിനിടയ്ക്ക് വന്ന നല്ലൊരു കോമഡി നിങ്ങൾ വിട്ടുപോരുത്. ടാസ്ക് കഴിയുമ്പോൾ ഒരു ഫ്ലാസ്ക് ചൂടുവെള്ളം ഒന്ന് ഷാഫി ഒരു നല്ല നിലവാരം മാഷ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ കേൾക്കാതെ പോയാൽ അതുകൊണ്ടാണ് ഈ തോക്കുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും അധികം അൺവീൽ ചെയ്യാൻ പോവാണ്. എല്ലാം ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത്തിരി മീൻചാറ് കൊണ്ട് ഒഴിക്കാൻ എന്തൊക്കെ ആരും ചെക്ക് ചെയ്യരുത്. ഇത് ഇന്നെങ്ങാനും വെളിവാകുമോ? ഇതൊരു ഉദ്ഘാടനമായിട്ട് കണക്കാക്കിയത്. ഓക്കെ. ഇത് അരിക്കമ്പനിയാണ്. ഭയങ്കര ഐശ്വര്യം അല്ലേ? ഇനി ഇതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്കുള്ള ടാസ്ക് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തീയായിരിക്കും. ടീം ഇവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബോക്സിൽ ടീമിനെ തൊടാം. എല്ലാ ടാസ്ക് നിങ്ങൾ കണ്ടല്ലോ? കണ്ടു. ശരി. അപ്പൊ മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളാണ്. ടീമിന്റെ ടീമിനോ ഇതിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പൊ നമ്മൾ തൊട്ട് കാണിക്കാൻ പോവാണ് കേട്ടോ. ശരി ഓക്കെ. അപ്പോ ടീമിന് ഒരെണ്ണം തൊടാം. ആ ഒരു ടാസ്ക് ആയിരിക്കും ഇനി ഇവര് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇത് മതിയാ? ഇത് മതി അല്ലേ? അറിയാതെ ഒന്ന് തുടരുത് കേട്ടോ. ഇത് മതി എന്ന് പറഞ്ഞു. ഇത് ഓക്കെ. ഇന്ന് ചെയ്യട്ടോ, നാളെ അല്ലാട്ടോ പരിപാടി. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് പറയണത് എല്ലാവർക്കും ഇത് ഓക്കെയാണെന്ന്. എന്നാ വായിക്കട്ടെ ഒന്ന്. വായിച്ചേ. ടീം സെലക്ട് നീർനായാന്നോ? നിർവികാരനായി നിൽക്കുക. നിർവികാരനായി നിൽക്കുക എന്നുവെച്ചാല് ഇതുപോലെ തന്നെ നിർവികാരനായി നിൽക്കുക എന്നുവെച്ചാ അത് പറഞ്ഞു തെരഞ്ഞെടുത്തത് നിങ്ങളുടെ വിജയുടെ കൂടെ ഇല്ലാതെ നിൽക്കുക എന്നെ പോലെ. സ്റ്റാർ മാജിക് ടീം നിങ്ങൾക്കായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് തരും. ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എങ്ങനെ നിൽക്കാൻ? നിർവികാരനായി നിൽക്കുക. ശരി എല്ലാരും വരും. എല്ലാരും വേണോ? അപ്പോ ടാസ്ക് ഇത്രയേ
ഇത്രയേ ഉള്ളൂ. നിർവികാരനാക്കി ഇവരെല്ലാരെയും നിർത്തുക. നിങ്ങൾ എല്ലാവരും ഇവരുടെ ബാക്കിൽ വന്നിട്ട് ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. ഇതില് മയിൽപ്പീലി ഉണ്ട്, തൂവലുണ്ട്, പിന്നെ തലയിൽ മസാജ് ചെയ്യാനുള്ള സംഗതി ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഒരു എക്സ്പ്രഷൻ ഇടരുത്. ഓക്കെ? കഴിഞ്ഞാൽ പിന്നെ എന്ത് പണിഷ്മെന്റ് കൊടുക്കും? ലക്ഷ്മി, ഈ സുമേഷിന്റെ മുഖത്ത് കണ്ണട മാറ്റണം. അങ്ങനെ ശരിയാവണേ. കണ്ണട വെക്കാൻ യോഗ്യനല്ല. ചേട്ടാ ഞാൻ പറയട്ടെ, ഇതിപ്പോ തോറ്റത് ഞങ്ങൾക്ക് ഭാഗ്യം. നിന്ന് സൂഹിക്കാലോ. പക്ഷെ സുഖിക്കാൻ പാടില്ല. ഓക്കെ എന്റെ തങ്കു. ശരി, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാരും വരും. നിർവികാരൻ. തങ്കച്ചനെ കണ്ടോ ദൈവമേ. അനങ്ങാൻ നിൽക്കണം തങ്കച്ച. ഒരു എക്സ്പ്രഷൻ വരാൻ പാടില്ല മുഖത്ത്. ആർക്കാണ് ഏറ്റവും തൊലിക്കെട്ടി നോക്കട്ടെ. ചിരിക്കരുത്, പല്ല് പുറത്തു വരരുത്. തങ്കു എക്സ്പ്രഷൻ ഇടരുത്. വെരി ഗുഡ് ആയന. സുമ സൂപ്പ. ഷാഫിക്ക് അടിപൊളി. ദേവി ഗുഡ്. ശ്രീവിധിക്ക് ചെറുതായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അവന്റെ എല്ലാ വികാരം തീർന്നതാ. കണ്ണ് തുറന്നു നിൽക്കണം തങ്കു, കണ്ണ് തുറന്നു നിൽക്കണം. ഷാഫിക്ക് അനങ്ങുന്നില്ല. ഓ ഡയന, തങ്കാച്ച നീ കെട്ടാത്താണ് നല്ലത്. ഞാനിത് കാണിച്ചിട്ട് പോകുമ്പോഴേ ഷാഫി എന്നോട് ചോദിക്കാം മൂടാക്കിയിട്ട് പോവുകയാണോ എന്ന്. മോളെ ആ കൊടക്കമ്പി എന്നടി, ഇവന് കമ്പിയൊക്കെ പറ്റുള്ളൂ. കൊണ്ടാ ഡയാന ബ്രില്യൻസ്. ഡയാനയൊക്കെ വേറെ കണ്ടതേ നേരെ ഓപ്പോസിറ്റ് എക്സ്പ്രഷനാ. അവൻ പ്രതിമോലെ നിക്കണമെങ്കിൽ ഉള്ളു കത്തി എരിയ. ഞാനൊരു കാര്യം ചെയ്തിട്ട് ഈ ഷാഫി എന്തിനാ ജീവിച്ചിരിക്കണേ? ഡയനക്ക് ഇത് എന്താ സംഭവം? ഐശ്വര്യ ടെൻഷൻ. നമുക്ക് ടിപ്പ് കൊടുക്കാനാ. ഓക്കെ, ടാസ്ക് ഓവർ. ഈ ടാസ്കില് ഏറ്റവും ആദ്യം ഔട്ടായിട്ടുള്ളത് നമ്മുടെ തങ്കു ശ്രീവിദ്യ. ഞെട്ടിച്ച് കളഞ്ഞത് ലക്ഷ്മി ഷാഫിയാണ്. ഷാഫി ഞെട്ടിച്ച് കളഞ്ഞു. കാരണം അതുപോലെ തന്നെയാ. ഡയാന നന്നായിരുന്നു, പക്ഷെ ഡയാന വേറൊരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്ന്. ചേട്ടാ ഞങ്ങൾക്ക് ഇതായെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണവമാനമുണ്ട്. അതുമില്ല, ഓരോ പരിപാടിക്ക് കല്ലുപോലല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഏക്കില്ല. അവനെക്കാളും പ്രായമുള്ള 2 മക്കളുണ്ട് അവന്. പിന്നെ ഭാര്യയുടെ മുമ്പിൽ ഞാനതൊന്നും എനിക്ക് വിഷയമല്ലടി. ഞാൻ നല്ല പക്ക ഭർത്താവാന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. രണ്ടാമത് നേരെ വീട് ഓർത്തു. അങ്ങനെ ഇതിലേ വരുമ്പോ നായാലേ അവിടെ ചെല്ലുമ്പോ ഞാൻ തോക്കുവാണെ ചാട്ടക്കടിയും ഇവര് തോക്കുവാണെങ്കിൽ സുഖിപ്പിക്കും. ഇത് എന്ത് ന്യായം? ഇത് നിങ്ങളുടെ ടീം സെലക്ട് ചെയ്ത ടാസ്കുകൾ. ശരിക്കും ഈ ഗെയിമിൽ ആരാ തോറ്റെ? ശരിക്കും ഈ ഗെയിമിലെ നിങ്ങളാണ്. ജയിച്ച ടീം കൊടുത്ത ടാസ്ക് ആയിരുന്നു ഇത്. ജയിച്ചത് അവര് സൂചിച്ചത് ഞങ്ങളത്ര ഇനിയുള്ള ഗെയിം മുഴുവൻ ഞങ്ങൾ തോക്കുന്നുള്ളൂ. ടാസ്കുകളുടെ കട്ടി കൂടി വരും. ഇപ്പൊ ഇത് ടീം സെലക്ട് ചെയ്തോണ്ട് അടുത്ത പ്രാവശ്യം തോക്കണം ഞങ്ങളാണേ. അങ്ങനെ അപ്പോഴും കർപ്പൂരം രാജൻ ചേട്ടാ, ഇന്നത്തെ ടാസ്കുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടാസ്കുകളൊക്കെ ഉഗ്രൻ ടാസ്ക് ആയിരുന്നു. അടിപൊളി. പക്ഷെ ഞാൻ വിചാരിച്ച് ടീം ഏറ്റവും ഇച്ചിരി ടഫുള്ളത് തെരഞ്ഞെടുക്കുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ ടീം എടുത്ത് തെരഞ്ഞു കൊടുത്തത് ഇതായിപ്പോ. പക്ഷെ രസമായിരുന്നു, കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പക്ഷെ ബിനു അടിയമാലെ നിർത്തിയിട്ട് ഇതൊന്ന് ചെയ്തു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എക്സ്പ്രഷൻ? ഒരു ട്രയൽ നാളത്തേക്ക് വെക്കരുത്. ഇപ്പൊ തന്നെ എനിക്കൊരു കാര്യം, പെമ്പിളേരനെ ഉപദ്രവിക്കരുത്. തലച്ചോറിനുള്ളിലേക്ക് കയറ്റി വിടുവാണോ? അതിനകത്ത് ഒരു കമ്പിയുടെ ഫ്രണ്ടിൽ ഒരു സാധനമില്ല. ബിനു അടിമാലിയുടെ വികാര നിർവീന നാടകം. നാടകത്തിന്റെ പേര് വികാരൻ. ഇപ്പൊ മരിച്ച സുഖമരണാകും. ഈശ്വര, ശത്രുക്കൾക്ക് പോലും ഇത്രയും സുഖം കൊടുക്കല്ലേ. എന്റെ ടീമുകൾക്ക് ഈ സുഖം കൊടുക്കണമെന്നാണ് എന്റെ എളിയൊരു അഭിപ്രായം. കൂടുതലങ്ങ് സൂഹിക്കില്ലേ? നീ നിക്കേ നല്ലതാ. അനു ചിരിക്കാൻ പാടില്ല, കണ്ണടയ്ക്കാൻ പാടില്ല. കണ്ണടയ്ക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. മുഖത്ത് യാതൊരുവിധ ഇവിടം വരെ ഓക്കെ, ഇവിടം വരെ വളരെ കറക്റ്റാ.
ഞാൻ ഇത് തിരിച്ചു കൊടുക്കാമോ ചേച്ചി? ഷാജൻ ചേട്ടാ ചേട്ടനെ പറയട്ടെ, ഇത് കാണിച്ചത് അത് തെറ്റല്ലേ? ഇച്ചിരി ഇത് തമാശ ഞാൻ ഇത്രയും നല്ല സുഖിപ്പിച്ചിട്ട് എനിക്ക് തിരിച്ചു തരാത്തത് മോശമല്ലേ? 5 വർഷം ഇവനെ സുഖിപ്പിച്ചിട്ട് പറയാനുണ്ട് അങ്ങത്താ പിന്നെ ശരിക്കും ഇവര് തമ്മിൽ എന്തെങ്കിലും ദേഷ്യമുണ്ടോ അതോ ഇത് നമ്മുടെ മുമ്പിലുള്ള അഭിനയോ? നമ്മുടെ മുന്നിൽ അഭിനയം. എനിക്ക് അറിയാൻ വേണ്ടി ചേട്ടാ ചോദിക്കാം. നമ്മൾ തമ്മിൽ ഒരു ദേഷ്യമില്ല, എന്റെ പാർട്ട്ണറാ. ഇവക്കടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ അവൻ കുടുംബം വരെ വിറ്റങ്ങ് നടക്കുക. വേറെ എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ ഐഫോൺ എന്തൊക്കെ പറഞ്ഞാലും തങ്കുവിന്റെ വീട് ജപ്തിയാവാറായി. ഐഫോണ്, ഈയുടെ കാറ്. നമുക്ക് ഒരു നിവർത്തിയില്ലെങ്കിൽ നമുക്ക് ഡുണ്ടു പിപ്പിയിലെ പി വിട്ട് നടക്കാം. ഇപ്പൊ ഉത്സവം നല്ല സീസൺ. ഫ്രഷ് അല്ല അത് കോമഡി അല്ല, അത് കോമഡി അല്ല, കാരണം അവർ പറഞ്ഞ കാര്യം തന്നെ. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. പിന്നെ ഒരു 5 പ്രാവശ്യം കൂടി പരസ്യം. കമ്പനി പറഞ്ഞിരിക്കുന്നത് നിന്റെ അച്ഛൻ കരിപ്പട്ടി സതീശനെ പറ്റി പറയില്ലെന്നാണ്, പക്ഷെ നീ അത് പറയിപ്പിക്കുന്നു. എന്റെ അച്ഛന് തങ്കച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ എപ്പിസോഡൊക്കെ പ്രേക്ഷകർ ചിലപ്പോൾ ചീത്ത പറയും, വഴക്കോറും. പക്ഷെ എന്റെ തങ്കച്ചേട്ടന് മാത്രം ഞാൻ ഒരു അവകാശം പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അതെ, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അച്ഛനെ വിളിക്കാനുള്ളതല്ല, എന്റെ അച്ഛനെ സ്നേഹിക്കാനുള്ളത്, അച്ഛന്റെ പേര് പറയാനുള്ളത്. ഇനി ആകെപ്പാടെ 25,000 രൂപയുടെ ഉണ്ട് അക്കൗണ്ടിൽ, അതും കൂടെ തീർക്കാനുള്ള പരിപാടി. എന്നാ നീക്കുപോക്ക് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അതായിരിക്കും നല്ല ശുഭം. അപ്പളേ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയില് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അല്ലേ? ബൈ.